ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ടയുടെ ഡിയോ വണ്ടി ജനറൽ സർവീസ് ആയിട്ടാണ് കയറ്റിയാണ്. BS4 മോഡൽ കേട്ടോ. അപ്പോൾ അത് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചാൽ ബ്രേക്ക് ലൈൻഡർ മാക്സിമം അഡ്ജസ്റ്റിംഗ് ആണ്. ഇത് നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈൻഡർ ആണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ മാക്സിമം അഡ്ജസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലൈൻഡർ ഒന്ന് മാറ്റിയിടണം കേട്ടോ. പിന്നെ എയർ ഫിൽറ്റർ ചെക്കപ്പ് ആൻഡ് റീപ്ലേസ്മെൻറ്റ് പറഞ്ഞാൽ അപ്പോൾ എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം പൊടി ഉണ്ട് നിലവിൽ. അത് നമുക്ക് മാറ്റിയിടുന്നതായിരിക്കും നല്ലത്. കാരണം ഏറെക്കുറെ അത്യാവശ്യം പൊടി ബ്ലോക്ക് കാര്യങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. കിടക്കുന്നത് കമ്പനി ഫിൽറ്റർ തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ തന്നെയാണ് ഇതുമ്പോൾ കിടക്കണ എയർ ഫിൽറ്റർ കേട്ടോ. അതേപോലെ തന്നെ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് സ്പാർക്ക് പ്ലഗും മാറ്റിയിടണം കേട്ടോ. അത് രണ്ടും കൂടി സെറ്റായിട്ടാണ് നമുക്ക് മാറ്റേണ്ടി വരുന്നത് കേട്ടോ. പിന്നെ ക്ലച്ച് നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്തതാണ്, ക്ലച്ചിൻ്റെ ഭാഗം അത് ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അഴിച്ചാനാണ്. അപ്പോൾ നിലവിലുണ്ടോ നമ്മൾ അഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ വേരിയേറ്റർ ബോഡിയുടെ ഇവിടെ തന്നെ ബോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ക്രാങ്ക് ഷാഫ്റ്റും ഫുള്ള് ടൈറ്റായി പോയേക്കാം. സാധാരണ നമ്മൾ അഴിച്ച് ഇങ്ങനെ ഗ്രീസിങ് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മളിപ്പോൾ ഊരിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഫ്രീ ആയിട്ട് ഊരി പോകാനത് അത്രയ്ക്ക് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതുമ്പോൾ ലോഡായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ സാധനം ഒന്ന് വെൽഡ് ചെയ്ത് അഴിച്ചെടുക്കണം. കാരണം മറ്റേപാട് അഴിച്ചാൽ കിട്ടണില്ല, ഒരു രീതിയിൽ അഴിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ സ്പോട്ട് ചെയ്തിട്ട് അത് അഴിച്ച് കളയണം, അഴിച്ച് കളഞ്ഞിട്ട് പുതിയത് സെറ്റ് ചെയ്യണം. അപ്പോൾ വെൽഡ് ചെയ്ത് അഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ഓയിൽ സീൽ റബ്ബർ ടൈപ്പാണ്. അപ്പോൾ അതിന് ചെറിയൊരു ഹീറ്റ് വരുമ്പോൾ ചെറിയൊരു പ്രോബ്ലം വരും. അപ്പോൾ അതും കൂടി ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്യാം കേട്ടോ. കാരണം ഇതല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് ഇങ്ങനെ കിടക്കും തോറും ഇതിൻ്റെ ഇവിടുത്തെ മില്ലിങ്ങിന് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അത്രയും ടൈറ്റിൽ നിൽക്കുമ്പോഴേ അപ്പോൾ നമുക്കത് കൈയോടെ അത് മാറ്റി കളയാം. എന്തായാലും അത് കിടക്കുന്ന ഫ്രീ ആയിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് കിടക്കുന്നത് ശരിയല്ല, അത്രയും ടൈറ്റിൽ നിൽക്കുന്നത് ശരിയല്ല. അപ്പോൾ അതൊന്ന് അഴിച്ചു കളയാം കേട്ടോ. പിന്നെ അതിൻ്റെ വേരിയേറ്റർ റോളർ കാര്യങ്ങളൊക്കെ ആയാലും വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. വേരിയേറ്റർ ബോഡി ആയാലും വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ ബെൻഡെക്സ് യൂണിറ്റ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ക്ലച്ച് ഷാഫ്റ്റ് ക്ലച്ച് ഔട്ടർ യൂണിറ്റാണത്. നിലവിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഒന്ന് അഴിച്ച് ഗ്രീസിങ് ഒക്കെ ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ എൻ്റെ ഈ ബാക്കിലത്തെ ഗിയർ ബോക്സിൻ്റെ ഈ സൈഡിൽ നിന്ന് ചെറിയൊരു നനവ് പോലെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു ഓയിൽ ലീക്കിൻ്റെ ആരംഭമാണത്. അത് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. വലിയ പ്രശ്നം എന്ന് പറയാനില്ല. പിന്നെ നമുക്കിപ്പോൾ കാര്യമായിട്ടുള്ള ഓട്ടം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ അടുത്ത സർവീസിലൊക്കെ ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും കുറച്ചും കൂടി വലിയ ലീക്ക് കൂടുതൽ വരും. അപ്പോൾ വേണമെങ്കിൽ അപ്പം അഴിച്ച് മാറ്റിയാലും മതി. എപ്പോഴും നല്ലത് സേഫ് ഇപ്പോൾ കാണിക്കുമ്പോൾ തന്നെ ചെയ്തു പോകണമാണ് ഏറ്റവും നല്ലത് കേട്ടോ. കാരണം നമുക്ക് എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് ബിൽ എമൗണ്ടിലൊക്കെ കയറി വരും. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് ചെയ്താലും മതി. ചെറിയ ഓയിൽ ലീക്കിൻ്റെ നനവാണ് ഈ കാണുന്നത് ഈ സൈഡിൽ നിന്ന് കേട്ടോ. പിന്നെ അതേപോലെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴേ നിലവിൽ ബെൽറ്റ് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഓൾറെഡി കമ്പനി ബെൽറ്റ് തന്നെ കിടക്കണേ, പുതിയ ബെൽറ്റാണ്, വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. പിന്നെ അതേപോലെ എൻജിൻ ഹെഡിൻ്റെ ഭാഗം നോക്കുമ്പോൾ ചെറിയൊരു നന പോലെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്കത് അഴിക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ ഇത് സാധാരണ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കത് അഴിച്ച് അതിൻ്റെ ഓയിൽ സീലും അതിൻ്റെ ഗ്യാസ്കറ്റ് റബ്ബറും മാറ്റേണ്ടി വന്ന സംഭവമാണ്. പക്ഷേ ഇപ്പോൾ അതിനുള്ള ലീക്ക് എന്ന് പറയാനില്ല. പിന്നെ ആക്സിലേറ്റർ കേബിളൊക്കെ ചെക്ക് ചെയ്യുമ്പോഴേലും നിലവിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ചോക്കിൻ്റെ കേബിളൊക്കെ ആയാലും വർക്കിംഗ് ഒക്കെയാണ്, വേറെ പ്രോബ്ലമൊന്നുമില്ല. പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട് സസ്പെൻഷൻ നമുക്ക് വന്ന് ഫ്രണ്ട് ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ തന്നെ. അപ്പോൾ അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കേട്ടാം. അതൊക്കെയാണ് മെയിനായിട്ട് ഇതുമായി ഫ്രണ്ടിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഒന്ന് ഓർക്കട്ടെ. പിന്നെ ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റിലേക്ക് വിടണമുണ്ട്. ബാറ്ററി നമുക്ക് വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്, പുതിയ നമ്മൾ വണ്ടി വാങ്ങിച്ചപ്പോൾ വന്ന ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.5 വോൾട്ട് കിട്ടുന്നുണ്ട് നമുക്ക് കേട്ടോ. ബാറ്ററി ടെസ്റ്റിലേക്ക് വിട്ടിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് വിടുന്ന സമയത്ത് ഓൾറെഡി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്, പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ സെൽഫൊക്കെ അടിക്കണമെങ്കിൽ പോലും എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ പ്രോബ്ലം വരാം. നമുക്ക് ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ ജസ്റ്റ് വോൾട്ട് കിട്ടി നമുക്ക് വർക്ക് ചെയ്യും. പക്ഷേ മോട്ടോർ വർക്ക് ചെയ്യണമെങ്കിൽ ആംപിയർ വേണം. അപ്പോൾ അത് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് എന്തെങ്കിലും കാണിക്കുക തൊട്ടടുത്ത് തന്നെ. അപ്പോൾ കാണിക്കുന്ന സമയത്ത് നമുക്ക് ബാറ്ററി മാറ്റി വയ്ക്കാം, ബാറ്ററിയുടെ ആണ് കംപ്ലയിൻറ്റ്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സെക്കൻഡറി ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്ററാണ്, വലിയ പഴക്കമായിട്ടില്ല. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറുന്ന ടൈമാണ്, ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നിലവിൽ ഇതിൻ്റെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പാർട്സുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് എഞ്ചിൻ ഓയിൽ ഏതെങ്കിലും സർവീസ് നമുക്ക് മാറണം. പിന്നെ അതേപോലെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാറ്റിയിടാണ്ട്, എയർ ഫിൽറ്ററും പ്ലഗും മാറ്റിയിടാണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും. പിന്നെ നമുക്ക് ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ബാറ്ററി വേറെ ഒന്നും ചെയ്യണില്ല. പിന്നെ നമുക്ക് ക്ലച്ചിൽ വന്ന ഈ ബുഷ് ഒന്ന് അഴിച്ച് കളഞ്ഞിട്ട് വെൽഡ് ചെയ്ത് ഉരുകി കളഞ്ഞിട്ട് അതൊന്ന് മാറ്റി റീപ്ലേസ് ചെയ്യാനുണ്ട്. അപ്പോൾ അത്രയായിട്ട് നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ ഈ ഗിയർ ബോക്സിൻ്റെ കേസ് കൂടി ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ കേസ് കൂടി നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ. അങ്ങനെ ഇടുന്ന എസ്റ്റിമേറ്റിൽ ഗിയർ ബോക്സ് ഒന്നും പെടുത്തുന്നില്ല. അത് വേണമെങ്കിൽ അടുത്തതിലേക്ക് നമുക്ക് മാറ്റിയാലും മതി, അഴിച്ചാൽ ഓയിൽസിൽ മാറ്റിയാലും മതി. കാരണം ഓയിൽസിൽ അഴിച്ച് മാറ്റുമ്പോൾ അതിന് മാത്രം നമുക്കൊരു 950 രൂപയോളം കോസ്റ്റ് വരുന്നുണ്ട്. അത് മാത്രം ഗിയറിൻ്റെ ഓയിൽസീൽ, അതേപോലെ തന്നെ ലേബർ ചാർജ്, അതിൻ്റെ ബെയറിങ് എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 950 രൂപയോളം കോസ്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞു കേട്ടോ.
എന്നാൽ വലിയ ലീക്കിലേക്ക് ആരംഭമില്ല. തുടക്കമാണ്, വലിയ ലീക്കായിട്ടില്ല, ആരംഭമാണ് കേട്ടോ. എത്രയും കേസാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം കേട്ടോ. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം.